എല്ലാവർക്കും TJS യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും നിഷ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ടേസ്റ്റസ് ആയിട്ടുള്ള വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം എഡ്യൂക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ കിഡ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആനിമൽസ് പാർട്ടിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാർ വീഡിയോ ആണ്. അതായത് പുതുതായിട്ട് ലോഞ്ച് ആകാൻ പോകുന്ന കാർ അല്ലെങ്കിൽ ലോഞ്ച് ആയിട്ടുള്ള കാറിനെ കുറിച്ചിട്ടുള്ള പുതിയ കാറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് അല്ലെങ്കിൽ ബൈക്കിനെ കുറിച്ചുള്ള റിവ്യൂസ് നമുക്ക് ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Hey everyone, welcome back. Today, we're diving into Mahindra's latest SUV, the Thar Rocks. This isn't just another Thar. This is Mahindra's answer to those who want the off-road capabilities of the Thar, but also crave the comfort and practicality of a family SUV. ഇതുപോലെ റിവ്യൂ പറയുന്ന വീഡിയോസ് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് സിങ് വീൽസ് അല്ലെങ്കിൽ കാർവാല ഇതുപോലത്തെ സൈറ്റുകളാണ്. കാരണം നമുക്ക് കാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് സ്പെസിഫിക്കേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അറിയാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ സൈറ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുക ഏത് കാറാണ്, പുതുതായിട്ട് ലോഞ്ച് ആകാൻ പോകുന്ന കാറാണോ അതോ ഓൾറെഡി ലോഞ്ച് ആയ കാറാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് താറിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ട വീഡിയോ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ താറിൻ്റെ ജസ്റ്റ് എടുത്ത ശേഷം അതിനകത്ത് തന്നെ ഫുൾ സ്പെസിഫിക്കേഷനും അതിൻ്റെ റേറ്റും എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്നാണ് നമ്മൾ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ അതിൻ്റെ പ്രോസും കോൺസും അതുപോലെ റിവ്യൂസും എല്ലാം നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഇത് നേരിട്ട് ഇങ്ങനെയല്ല, ഡയറക്റ്റായിട്ടല്ല നമ്മൾ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിന് മാറ്റമൊക്കെ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കുക ഏത് വണ്ടിയാണോ വേണ്ടത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഇതുപോലത്തെ സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ കാർവാല എന്ന് പറഞ്ഞ സൈറ്റും ഉണ്ട്. ഇതിനകത്തൂടെ നിങ്ങൾക്ക് ഏത് കാറാണോ അതിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വരുന്നത് ChatGPTയിലാണ്. ChatGPT വന്ന ശേഷം ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനത്തെ പ്രോംപ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കണം. എനിക്കൊരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഇന്ന കമ്പനിയുടെ വണ്ടിയെ ഇന്ന മോഡലാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ തരും. അത് നിങ്ങൾ എനിക്ക് സ്ക്രിപ്റ്റായിട്ട് തന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ എക്സാമ്പിൾ നമ്മൾ കോപ്പി ചെയ്ത നമുക്ക് വേണ്ട സ്പെസിഫിക്കേഷനൊക്കെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ നേരത്ത് അവർ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഇതായിട്ട് നമുക്ക് സ്ക്രിപ്റ്റായിട്ട് നമുക്ക് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഈ സ്ക്രിപ്റ്റിന് നമുക്ക് നമുക്കിപ്പോൾ മലയാളത്തിൽ ചെയ്യാനാണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത ശേഷം നമ്മൾ കോപ്പി ചെയ്ത ശേഷം ഇത് മലയാളത്തിലേക്ക് ആക്കുക. മലയാളത്തിലാക്കിയ ശേഷം നിങ്ങൾക്ക് വോയിസ് ഓവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും നല്ലത് നിങ്ങളുടെ വോയിസ് തന്നെ കൊടുക്കുന്നതായിരിക്കും. കോപ്പറേറ്റ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരികയില്ല. അല്ലെങ്കിൽ 11 ലാബോ അല്ലെങ്കിൽ നർക്കിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നർക്കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നർക്കിറ്റ് യൂസ് ചെയ്യാം. നർക്കിറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് വരിക. അവിടെ അതിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ടെസ്റ്റ് ടു സ്പീച്ച് നമ്മൾ ടെസ്റ്റാണ് കൊടുക്കുന്നത്. അത് സ്പീച്ചിലേക്ക് കൺവേർട്ട് ആയിട്ട് വരണം. അതിനോട് ടെസ്റ്റ് ടു സ്പീച്ച് എന്ന് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് മലയാളം ഇവിടെ സെലക്ട് ചെയ്യാം. മലയാളം സെലക്ട് ചെയ്യാൻ നമുക്ക് 4 മോഡൽ ആയിട്ടുള്ളതാണ് കിട്ടുന്നത്. അതായത് 2 ഫീമെയിൽ വോയിസും 2 മെയിൽ വോയിസുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. നിങ്ങൾ സൗണ്ട് എങ്ങനെയാണ് വരുന്നത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ മലയാളം അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത്ര നല്ല സൗണ്ടൊന്നും പല മോഡുലേഷനിലുള്ള സൗണ്ടൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല മലയാളത്തിൽ എടുക്കുമ്പോൾ. ഇംഗ്ലീഷിലാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ക്രിയേറ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത്. ക്രിയേറ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം നമുക്കിവിടെ ഇത് ഓഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് MP3 ആയിട്ട് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓഡിയോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി ഓഡിയോ ആയിട്ടുണ്ട്. ഇനി വേണ്ടത് വീഡിയോ ആണ്. വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഏത് കാറിൻ്റെ ആണോ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക. ജസ്റ്റ് ഞാനിപ്പോൾ മഹേന്ദ്രയാണ്. മഹേന്ദ്ര നടിച്ചുകൊടുത്ത് ഒഫീഷ്യൽ സൈറ്റിൽ പോകാൻ നേരത്ത് എനിക്ക് താറിൻ്റെ റോക്സിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് വേണ്ടത്. അവരുടെ നമുക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ കുറച്ച് ഇമേജസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഞാൻ ഫിലിമോടെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജസും അതുപോലെ തന്നെ വീഡിയോസും ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഇമേജസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ആ ഓഡിയോ ആ വോയിസ് ഓവർ നമ്മൾ ആദ്യമേ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത്
അതിനുശേഷം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ നിങ്ങൾ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ എടുക്കാത്ത 9 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൂടുതൽ പോകരുത്. അതിന് മുമ്പ് നിങ്ങൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇമേജ് ആഡ് ചെയ്യുക. വേറെ ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യുക. അതും 7-8 സെക്കൻഡ് ആഡ് ചെയ്യാവുള്ളൂ. 10 സെക്കൻഡ് മുകളിൽ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ പോകരുത്. പോയി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുപോലെ തന്നെ നിങ്ങൾ വോയിസ് ഓവർ നിങ്ങളായി കൊടുക്കാൻ ശ്രമിക്കുക. കാരണം വോയിസ് ഓവർ നിങ്ങളായി കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ആ വീഡിയോക്കകത്ത് എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം നിങ്ങൾ AI യൂസ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആ വീഡിയോക്കകത്ത്, അതായത് AI ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോക്കകത്ത് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് ഇമേജസ് ഇടയ്ക്ക് ആഡ് ചെയ്യുക. ഇമേജസ് ആഡ് ചെയ്ത ശേഷം വീണ്ടും ഇത് കട്ട് ചെയ്യുക. പിന്നെ ക്രോപ്പ് ചെയ്ത് കളയുക. കുറച്ച് ഭാഗങ്ങളൊക്കെ ക്രോപ്പ് ചെയ്ത് കളയുക. അവിടെ എഴുതി വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രോപ്പ് ചെയ്യുക. നിങ്ങൾ ഇപ്പം ഏത് എഡിറ്റിംഗ് ടൂൾ ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടാത്ത പാട്ടൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാത്ത നിങ്ങൾ തുടക്കം കണ്ട പോലത്തെ ഇത് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് പുതിയ ലോഞ്ച് ആകുന്ന വണ്ടിയുടെയൊക്കെ ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നതാണ്. ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം രീതിയിൽ നല്ല വൈറലാകുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട് ചെയ്ത് ഇടാവുള്ളൂ. ഷോർട്സ് ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സെക്കൻഡ് മാത്രം കട്ട് ചെയ്ത് നിങ്ങൾ ഇടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.